ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ലഗേജ് ഒക്കെ റെഡിയാക്കി ഹോസ്പിറ്റലിൽ പോകുന്ന തലേ ദിവസമാണ് കേട്ടോ. പൊന്നൂസിന് ആകെ നല്ല മുഖം വാട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൾക്കുള്ളതും പാക്ക് ചെയ്തു. അവള് വീട്ടിലാണ് നിൽക്കുന്നത്. ഫഹിമോനെ മാത്രമാണ് കൂട്ടുന്നത്. കാരണം അവളുടെ സ്കൂൾ കളഞ്ഞാൽ ശരിയാവില്ല. ഫഹിമോൻ പിന്നെ കുറച്ച് പ്രശ്നക്കാരനാണ്. അപ്പൊ വീട്ടിൽ വിട്ടിട്ട് പോവാൻ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സമാധാനമില്ല. അപ്പൊ ഞങ്ങൾ കൂടെ കൂട്ടാന്ന് വിചാരിച്ചത് കണ്ടോ. ഞങ്ങൾ പാലക്കാടാണ്. രാത്രി 10 മണിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിക്കാതായിരുന്നു കേട്ടോ. രാവിലെ ബ്രദർ കൊണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് അവന് കുറച്ച് കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കണല്ലോ. അപ്പൊ ഞങ്ങൾ വേഗം രാത്രി തന്നെ അവിടുന്ന് അവൻ വീടെത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇടങ്ങേറാക്കാതെ മുന്നോട്ട് പോകണം എന്നൊരു ലക്ഷ്യമാണ് എന്റേത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ പാലക്കാട്, നമ്മുടെ പാലക്കാട് KSRTCയിലാണ് കേട്ടോ. രാത്രി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഇനിയിപ്പം നമ്മൾ 10 മണിക്ക് സ്റ്റാൻഡ് എത്തി. ഇനിയിപ്പോ നേരെ നമ്മൾ ഡയറക്റ്റ് എറണാകുളം കയറുന്നില്ല. നേരെ പോകുന്നത് തൃശ്ശൂരിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ കയറി പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഫൈമോ ഛർദിക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊരു സമാധാനം എന്തെന്ന് പറഞ്ഞാൽ ഇക്ക ബാക്കിൽ പോയിരുന്നു കേട്ടോ. കാരണം ലേഡീസ് വന്ന് എണിച്ചു കൊടുക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇക്ക ബാക്കിൽ പോയി. എനിക്ക് സമാധാനം എന്തെന്ന് പറഞ്ഞാൽ രാത്രിയല്ലേ, അപ്പൊ അവനെ ഉറങ്ങുമല്ലോ, അതായിരുന്നു എനിക്കൊരു സമാധാനം. അങ്ങനെ നമ്മളിതാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. രാത്രി 12 മണിക്ക് തൃശ്ശൂർ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മള്. അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടാൻ കുറച്ച് ടൈം വൈകി പോയിട്ടു. നമ്മൾ ട്രിവാൻഡ്രം ബസ്സിലാണ് കയറിയത്. അപ്പൊ അത് ഒരു 1:30 ആയിട്ടോ ബസ് വരുമ്പോ. അതുവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് ബാത്റൂമിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു കേട്ടോ. അർദ്ധരാത്രി ഇങ്ങനെയൊക്കെ പോണ്ടി വരും എന്ന്. എന്താ ചെയ്യാ, പടച്ചോൻ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ആയിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ, എങ്ങനെയൊക്കെ പോയാലും മനസ്സിന് സമാധാനം തരുന്നുണ്ട്. പടച്ചോൻ കൂടിയുണ്ട്. ആര് കൂടെ ഇല്ലെങ്കിലും അത് മതി എനിക്ക് എന്തായാലും. അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ്. എറണാകുളം ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫൈക്കൂട്ടൻ നല്ല രാത്രിയല്ല, പാവം നല്ല തളർന്ന് കിടന്നുറങ്ങണം. അങ്ങനെ നമ്മൾ എടപ്പള്ളി രാത്രി 2:30 എടപ്പള്ളി വന്നിറങ്ങി. കുറച്ച് നടന്നപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മുടെ അമൃത ഹോസ്പിറ്റലിലോട്ട് എത്തിയിരിക്കുകയാണ്. ടൈം അപ്പോ 2:30-2:45 അമൃത ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നേരെ പോയത് ക്യാൻറ്റീനിലോട്ടാണ്. കാരണം എനിക്ക് വിശപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് നല്ല വിശന്ന് ആകെ കൈകാലൊക്കെ കുഴയായിരുന്നു. അപ്പൊ ഒരു ചായയും വാങ്ങിച്ച് ഒരു പഴംപൊരിയും വാങ്ങിച്ച് അതങ്ങോട്ട് തിന്നിട്ടേ ഇനി അടുത്ത സ്റ്റെപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് തിന്നാണ് കേട്ടോ. അതിനിടയിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഇടാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ സമയം നമ്മൾ റൂം പോയി എടുത്ത ആകെ നമുക്ക് ലെവല് കിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം. രാവിലെ പോയി റൂം എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ എന്താ പറയാ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ വെയിറ്റ് ചെയ്തു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഫഹിമോൻ കിടന്ന് ഉറങ്ങിട്ടോ. ഇതുണ്ടോ പാവം, അവന് നല്ല രാത്രിയിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നു. അപ്പൊ അവൻ ക്ഷീണിച്ചു അങ്ങനെ കിടന്നുറങ്ങി. ഇക്കയും ക്ഷീണിച്ച് ഇക്കയും കിടന്നുറങ്ങി. ഇവര് രണ്ടാളും ഉറങ്ങിയ ഞാനെങ്ങനെ ഉറങ്ങാനാ? ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ വായി നോക്കാനൊന്നും അവിടെ ആരും ഇല്ല കേട്ടോ. എല്ലാവരും ഉറങ്ങാണ്. ഒന്ന് എന്താ പറയാ, ആരെങ്കിലും ഫോൺ ചെയ്ത് സംസാരിക്കാനും കൂടെ പറ്റില്ല, രാത്രിയല്ലേ. അങ്ങനെ അവരെ നോക്കി ഫോണും ഓണാക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇൻസ്റ്റയിൽ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ 5 മണിയായപ്പോൾ നമ്മൾ റൂം എടുക്കാൻ പോയി. ഹോസ്പിറ്റൽ റൂം കിട്ടണമെങ്കിൽ നമുക്ക് ടൈം ആവും. അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് വയ്യായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പൊ നമ്മൾ പുറമേ പോയി റൂം എടുത്തു. ഈ റൂമിന് 1300 രൂപയാണ് കേട്ടോ നമ്മളോട് വാങ്ങിച്ചത്. കണ്ണ് തള്ളിപ്പോയി. വേറെ നിവർത്തിയില്ല കൊടുക്കാതെ, അതേ ഉള്ളൂ. വേറെ ചെറിയ ലെവലിൽ റൂംസ് നമുക്ക് 2-3 ലോഡ്ജിൽ പോയിട്ടും കിട്ടിയില്ല. അങ്ങനെ പോയി കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും 8 മണിക്ക് അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങി തിരിച്ചു കേട്ടോ. അപ്പോഴേക്കും മുഖമൊക്കെ നല്ല ക്ഷീണം അങ്ങോട്ട് ബാധിച്ച് അപ്പോഴേക്കും റെഡി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിന് അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. MRI ദിവസമാണ് കേട്ടോ ഇത്. വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് സൗണ്ട് കൊടുക്കാൻ, വോയിസ് കൊടുത്തിട്ട് അതൊന്ന് ഇടാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ MRIക്ക് എല്ലാം ശരിയായി. ഇനി ബില്ല് കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അപ്പൊ ഇക്കാനെ പോയി അവിടെ ഒന്ന് സെറ്റാക്കി ഇരുന്നിട്ട് വേണം വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പറഞ്ഞ് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുന്നു. ഞാൻ പോയി ബില്ല് കാര്യങ്ങളൊക്കെ അടച്ചു വന്ന് ഇക്കാനെ അപ്പോഴേക്കും പെട്ടെന്നാണ് ഇക്ക ടെൻഷൻ ആവുന്നു പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് പതറിപ്പോയി. കാരണം ഇക്ക ടെൻഷനായി പോയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇക്കാടെ മുമ്പിൽ ഒന്നും തന്നെ ഞാൻ കാട്ടാറില്ല. ഇക്കാടെ അടുത്ത് എന്തിന് ടെൻഷൻ, ആദ്യമായിട്ടല്ല MRI എടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് ഇക്കാനെ ഒന്ന് ലെവലാക്കി എടുത്ത് ഞങ്ങളെ വിളിച്ച് റൂം നമ്പർ 26 നമ്മൾ പോവുക
മാതൃകയാണ്, അതിനകത്താണ് ഇക്കാടെ MRI നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഓക്കെ ആണ് കേട്ടോ. കുറച്ച് നേരത്തെ ആയിരുന്നു, ഞങ്ങൾ ആ ഫോട്ടോ കണ്ടില്ലേ 3 ആളും കൂടെ, അപ്പോഴായിരുന്നു ഇക്ക നല്ലൊരു ടെൻഷൻ വന്നിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു, എനിക്ക് ടെൻഷൻ ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടങ്ങോട്ട് ഒരു ചീത്ത കൊടുത്തപ്പോൾ ആളങ്ങോട്ട് ഓക്കെ ആയി. അങ്ങനെ ഇതാ ഡ്രസ്സ് കൊടുത്തു ഇക്കാക്ക് മാറാൻ വേണ്ടിയിട്ട്. ആ ഡ്രസ്സുമായിട്ട് മാറാൻ വേണ്ടി പോകണേ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇതാ സുന്ദര കുട്ടപ്പനായിട്ട് കേട്ടോ. എന്ത് ഇത്ര ഹാപ്പി ആയിട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, എന്തായാലും അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു സമാധാനമാണ് പഠിച്ച തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ കഷ്ടപ്പാടിന് ഒരു ഫലം കണ്ടിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ നല്ല ഹാപ്പി തന്നെയാണ് കേട്ടോ. എനിക്ക് അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ എത്തണമായിരുന്നു. അതിനിടയിൽ കൂടെ എനിക്ക് വീഡിയോസും കൂടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിനിടയിൽ കൂടെ എനിക്ക് ഹെൽത്തിന് ഓരോ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ഇതാ MRI കഴിഞ്ഞ് ഇറങ്ങി, ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം. നമ്മളിതാ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇക്കാക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കോഫി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ കയറി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.